ഇപ്പോൾ അപകട കാരണവുമായി ബന്ധപ്പെട്ട പലവിധ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതിനു മുൻപ് എന്തുകൊണ്ട് ഉത്തരാഖണ്ഡിൽ ഇത് ആവർത്തിച്ച് സംഭവിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടല്ലോ. ഇനിയും അപകടങ്ങൾക്കുള്ള സാധ്യത ഉണ്ട് എന്ന നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നതുമാണ്. ഇന്നലെ നടന്ന അപകടവുമായി ചേർത്ത് എങ്ങനെ ഉത്തരാഖണ്ഡിലെ സാഹചര്യത്തെ പറയാൻ കഴിയും? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഉത്തരാഖണ്ഡ് പോലെ വളരെ സ്റ്റീപ്പായിട്ടുള്ള ടോപ്പോഗ്രാഫി, വളരെയധികം ഉയർന്ന കുന്നുകൾ ഉള്ള പ്രദേശമാണ് ഈ ഉത്തരാഖണ്ഡ് സംസ്ഥാനം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ ധരാലി പോലെ ഏകദേശം 8000-ലധികം ഫീറ്റ് ഉയരമുള്ള പർവ്വതനിരകളുള്ള വളരെ പരിസ്ഥിതിക ദുർബലമായിട്ടുള്ളൊരു പ്രദേശമാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു 2 ദശകം എടുത്താൽ അവിടെ മാഗ്നിറ്റ്യൂഡ് 4 റിച്ചർ സ്കെയിലിൽ 4 മാഗ്നിറ്റ്യൂഡിന് മേലെയുള്ള ഭൂകമ്പങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഭൂകമ്പങ്ങൾ 185 എണ്ണമാണ് കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം തന്നെ ഇത്തരത്തിലുള്ള ട്രെമറിൻ്റെ ഭാഗമായി ഈ പ്രദേശം വളരെയധികം അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു കെട്ടുറപ്പ് തകർന്നിട്ടുണ്ടാവാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഈ തീവ്രമഴയോ അതിതീവ്ര മഴയുടെ ഗണത്തിലുള്ള അതിതീവ്ര പ്രതിഭാസങ്ങൾ. അപ്പോൾ 2013 നമുക്കറിയാം ജൂണിലുണ്ടായിട്ടുള്ള ഉത്തരാഖണ്ഡിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രളയം 2023 ജൂണിലുണ്ടായിട്ടുണ്ട്. ഇതൊരു തുടർക്കഥയായിട്ട് തന്നെ മാറുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അതിതീവ്ര മഴയുടെ ഗണത്തിലുള്ള മഴ പെയ്തില്ല എങ്കിൽ കൂടിയും ആ പ്രദേശങ്ങളിൽ ഒരു ശക്തമോ അതിശക്തമോ എന്ന് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തരംതിരിച്ചിട്ടുള്ള രീതിയിലുള്ള മഴ പെയ്താൽ പോലും അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്ലേഷ്യറുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മഞ്ഞുമലകൾ ഒരുപാടുള്ള സ്ഥലമാണ്. ഈ മഞ്ഞുമലകൾ ആഗോളതാപനത്തിൻ്റെ ഭാഗമായി ഉരുകുകയോ അതിന് വിള്ളൽ സംഭവിക്കുകയോ ചെയ്താൽ അതൊരു മലയിടിച്ചിൽ പോലെ തന്നെ ഈ തടാകങ്ങളിലേക്കും മറ്റും കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 2013 പ്രളയമുണ്ടായപ്പോൾ തന്നെ അത് ഒരു ക്ലൗഡ് ബേസ്റ്റിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ മേഘവിസ്ഫോടനത്തിൻ്റെ ഭാഗമാണ് എന്ന് ആദ്യം റിപ്പോർട്ട് വന്നിരുന്നുവെങ്കിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞർ പരിഗണിച്ചത്, അവിടെ ആദ്യം ഒരു തടാകത്തിലേക്ക് മല ഇടിഞ്ഞു വീഴുകയും ആ മല ഒരു ആർട്ടിഫിഷ്യൽ ലേക്കായി വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞ് ഒരു കൃത്രിമ തടാകം പോലെ വർത്തിക്കുകയും പിന്നീട് പെയ്ത മഴയിൽ ഈ ദുർബലമായിട്ടുള്ള ഒരു കൃത്രിമമായി ഉണ്ടായ ഈ തടാകം പൊട്ടി താഴേക്ക് വരികയും ചെയ്തു എന്നുള്ളതാണ്. ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യം ഉത്തരാഖണ്ഡിൽ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശക്തമോ അതിശക്തമോ ആയിട്ടുള്ള മഴ, അത് അതിതീവ്രം എന്ന് പറഞ്ഞാൽ ഒരു 24 മണിക്കൂർ കൊണ്ട് 21 സെൻറ്റിമീറ്ററോ അതിൽ കൂടുതലോ മഴ പെയ്യുന്നതാണ്. അത്ര വന്നില്ല എങ്കിൽ കൂടുതലും 20 സെൻറ്റിമീറ്ററിൽ താഴെ മഴയാണെങ്കിൽ പോലും അടുപ്പിച്ച് 3-4 ദിവസം ഇങ്ങനെ മഴ പെയ്താൽ ആ വെള്ളമെല്ലാം കൂടി സംഭരിക്കപ്പെട്ട് മണ്ണിനകത്ത് സംഭരിക്കപ്പെട്ട് ഒരു ഉറവ പോലെ വരികയും ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഏതെങ്കിലും മണ്ണോ കല്ലോ താൽക്കാലികമായി അവിടെ ഉണ്ടായാൽ അത് ഒരു കൃത്രിമ തടാകം പോലെ വർത്തിക്കും. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ 2024 ജൂലൈ 30 വയനാടുണ്ടായ ദുരന്തം, ആ ദുരന്തത്തിലും അതിൻ്റെ തീവ്രത വർദ്ധിച്ചത് ഡോക്ടർ ജോൺ മത്തായിയെ പോലെയുള്ള പ്രശസ്തരായിട്ടുള്ള ഈ ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ പറഞ്ഞത്, അവിടെ ആദ്യം ഒരു ചെറിയ മലയിടിച്ചിലും ഉണ്ടായി. ആ മലയിടിച്ചിലിൻ്റെ ഭാഗമായി മണ്ണും കല്ലും ഒരു കൃത്രിമ തടാകം പോലെ ഉണ്ടാവുകയും 28 മീറ്റർ ഉയരത്തിൽ വരെ വെള്ളം സംഭരിക്കപ്പെടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ കൃത്രിമമായ ഒരു അണക്കെട്ട് ഉണ്ടാകുന്നതിന് സമാനമാണ് ഇവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. അതോടൊപ്പം തന്നെ മഞ്ഞുപാളികൾ പെട്ടെന്ന് ഉരുകുകയും അതിൻ്റെ ഭാഗമായി വരുന്ന അധികമായിട്ടുള്ള വെള്ളം, അതുപോലെ നല്ല ഉറവയുള്ള സ്ഥലം, ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ അതിതീവ്ര മഴ ഉണ്ടായില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചെറുതോ അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള വലിയ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഉത്തരാഖണ്ഡിൽ അല്പം സമയമെടുത്താണെങ്കിലും വിശദീകരിച്ചത് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ്. വളരെ സിമ്പിളായി അവിടെ എന്താണ് സംഭവിക്കുന്നത്, അതിനുള്ള സാഹചര്യം എന്താണ് എന്നതാണ് അങ്ങ് വിശദീകരിച്ചത്. അങ്ങനെയൊക്കെ ഞാൻ വരാം. അതിനു മുമ്പ് ചില ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഒരിക്കൽ കൂടി കാണാമെന്ന് തോന്നുന്നു. ഉത്തരാഖണ്ഡിലെ സാഹചര്യം അതീവ ദുഷ്കരമായി തുടരുകയാണ്. രക്ഷാപ്രവർത്തനം അല്പം മന്ദഗതിയിൽ തന്നെയാണ്. അപകടത്തിന്റെ അയ്യത്തായി പുറത്തു വന്ന മറ്റു ചില ദൃശ്യങ്ങൾ കൂടി.
मंदिर नहीं मन की मरी यार ये